ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഷിയ വിഭാഗമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാശ്മീർ താഴ്വരയിലുടനീളം വൻ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും പലയിടങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മുൻകരുതൽ നടപടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർച്ച് 7 വരെ അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ടു. മൊബൈൽ ഇന്റർനെറ്റ് വേഗതയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടം കൂടുന്നതും സഞ്ചരിക്കുന്നതും തടയാൻ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെയും CRPF-നെയും വൻതോതിൽ വിന്യസിച്ചിട്ടുമുണ്ട്. ഷിയ വിഭാഗക്കാർ കൂടുതലായുള്ള പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടന്ന ഇടങ്ങളിലും സുരക്ഷ ശക്തമാക്കി. നഗരത്തിലേക്കുള്ള പ്രധാന പാതകളിൽ ബാരിക്കേഡുകളും മുള്ളുവേലികളും സ്ഥാപിച്ച് ഗതാഗതത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ഖമനേയിയുടെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വൻ പ്രതിഷേധം അരങ്ങേറിയ ലാൽ ചൌക്കിലെ പ്രശസ്തമായ ക്ലോക്ക് ടവർ പ്രദേശം പൂർണ്ണമായും അടച്ചു. 2019 ഓഗസ്റ്റിന് ശേഷം ഇതാദ്യമായാണ് കാശ്മീരിൽ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നാരോപിച്ച് ശ്രീനഗർ MP ആഗാ സയ്യിദ് റുഹുള്ള മെഹ്ദി, മുൻ മേയർ ജുനൈദ് അസിം മട്ടു എന്നിവർക്കെതിരെ സൈബർ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് കേസ് എടുത്തിരിക്കുന്നത് എന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ സത്യം പറയുന്നതിൽ നിന്നും തന്നെ തടയാൻ FIR-ന് കഴിയില്ല എന്നും സർക്കാർ അംഗീകരിച്ച അനുശോചനം വായിക്കാനല്ല ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതെന്നും റുഹുള്ള മെഹ്ദി പ്രതികരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു. ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ക്രമസമാധാനം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിച്ചു. സമാധാനം നിലനിർത്താൻ സമൂഹത്തിലെ നേതാക്കളും പൗരന്മാരും സഹകരിക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ അഭ്യർത്ഥിച്ചു. വടക്കൻ കാശ്മീരിലെ സംബാൽ, പഠാൻ മേഖലകളിൽ ചൊവ്വാഴ്ച നടന്ന പ്രതിഷേധങ്ങൾ പിന്നീട് ആക്രമണത്തിലേക്ക് വഴിമാറിയിരുന്നു. ഇതോടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാസേനയ്ക്ക് ബലം പ്രയോഗിക്കേണ്ടിയും വന്നു. പലയിടത്തും കണ്ണീർവാതകം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ വധത്തിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുമ്പോൾ ഇറാനെതിരായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കൂടി ഉൾപ്പെട്ട ഷാങ്ഹായ് സഹകരണ സംഘടന രംഗത്തെത്തി. ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് അവർ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന സമയത്ത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നില്ല എന്ന് ഇസ്രയേൽ വിശദീകരണവുമായി രംഗത്തും വന്നിരുന്നു. ഖമനേയിയുടെ വധത്തിൽ ഇന്ത്യ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇന്നലെ സോണിയാഗാന്ധി ഇന്ത്യയുടെ മൗനത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം വൈകിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിലും ഇറാനെതിരായ ആക്രമണത്തിൽ ഇന്ത്യ നിശബ്ദത പാലിച്ചു. എന്നാൽ ഇന്ത്യ കൂടി ഉൾപ്പെട്ട ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രസ്താവന കടുത്ത ഭാഷയിലാണ് ഇറാനെതിരായ ആക്രമണത്തെ തള്ളുന്നത്. ഇറാനിൽ കൊല്ലപ്പെട്ടവരെക്കെല്ലാം അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ പരമാധികാരവും അഖണ്ഡതയും ലംഘിക്കുന്ന നീക്കം അവസാനിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾക്കനുസരിച്ച് വിഷയം പരിഹരിക്കണമെന്നും ഷാങ്ഹായ് സഹകരണ സംഘടന നിർദ്ദേശിക്കുന്നു. പ്രസ്താവനയോട് ഇന്ത്യ വിയോജിച്ചിട്ടില്ല. റഷ്യയും ചൈനയും ഇറാനും അംഗമായ സംഘടനയുടെ പ്രസ്താവനയിലെ ഈ നയം എന്നാൽ ഇന്ത്യയുടെ പ്രസ്താവനയിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നത് ശ്രദ്ധേയവുമാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ആക്രമണം നേരിടുന്നതെന്നും അതിനാൽ ഇറാനെ അനുകൂലിക്കേണ്ട കാര്യമില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഇന്ത്യയിലെ ഇറാൻ എംബസി ഇതിനിടെ ഖമനേയിക്ക് അനുശോചനം രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചിരുന്നു. നാളെയും മറ്റന്നാളും തിങ്കളാഴ്ചയും എംബസിയിലെത്തി ഇതിനുള്ള രജിസ്റ്ററിൽ ഒപ്പുവെക്കാമെന്നും ഇറാൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാൻ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ തള്ളി. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം ഒരു സൈനിക നടപടിയുടെ സാധ്യത തെളിഞ്ഞപ്പോൾ ഇസ്രയേൽ അത് ഉപയോഗിച്ചതാണെന്നും നേരത്തെ നിശ്ചയിച്ചതല്ല എന്നും ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡറും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.